ഒരു കാരണം കണ്ടെത്താൻ കഴിയാത്തതാണോ കേരള കോൺഗ്രസ്? കാരണം എന്തിനാ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം വേണ്ടോ? ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പോയാൽ പോരെ. വ്യാജ വാർത്തകൾക്ക് പിറകിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ പുതിയ കനകുലു സിദ്ധാന്തമൊക്കെ ഉണ്ടല്ലോ, ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിൽ എന്തെങ്കിലും? പുള്ളിയാണോ വ്യാജ വാർത്ത ഉണ്ടാക്കിയത്? അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കണം. അതെ, കോൺഗ്രസിന്റെ ഈ സഭാ നേതൃത്വത്തിന് കേരള കോൺഗ്രസ് ഒന്നിക്കണമെന്നൊരു ആഗ്രഹമില്ലേ? സഭ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും, സോഷ്യൽ ഇഷ്യൂസ്, ജനകീയ വിഷയങ്ങൾ. ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഇത് കോമൺ ഇഷ്യൂ ആയിരിക്കും, ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസിനോടുള്ള കട്ടയ്ക്കുള്ള ഒരു കലിപ്പ്. അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ്. ആ ഒരുക്കെ അത് ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കയ്യിലിരിക്കട്ടെ. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വന്നതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, വിദേശത്തായിരുന്നു. പോസ്റ്റ് ഇട്ടു. അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ? അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തി എന്നല്ലേ ഉള്ളൂ. അത് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? എനിക്കുണ്ട്. ഏത്? ഇതല്ലേ പറഞ്ഞത്. 1947 ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അത് ആരെഴുതും? അതിനെന്നാ? അത് തുടരുകയല്ലേ? അതിന് സംശയം എന്നാ? ഓരോരുത്തർക്ക് ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട്, അത് എഴുതും. കോട്ടയത്തിന്റെ പുറത്തല്ല ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ MLA ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളൊരു തീരുമാനം എടുത്താൽ മുഴുവൻ ആളുകൾ ഒരുമിച്ചുണ്ടാവും. ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് എമ്മിനുണ്ട്, നേതൃത്വമുണ്ട്, എനിക്കുമുണ്ട്. കുതന്ത്രങ്ങളാണോ ഇതിന്റെയൊക്കെ പിന്നില്? UDF-ന് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, ഭരണം കിട്ടുകയില്ലെന്ന്. അപ്പൊ അതിന്റെ കൂടെ എല്ലാവരും പിന്നാലെ പോയി. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം നമുക്കറിയാം. നമുക്ക് പാലക്കാടത്തെ കേസുണ്ട്, ശബരിമലയുടെ കേസുണ്ട്. അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം, അപ്പം രാഷ്ട്രീയം തിരിച്ചുവിടണം. അതൊക്കെ കാണും. ഈ വിഷയം ഇനി ചർച്ചയ്ക്ക് വരില്ല എന്ന് ഉറപ്പാണോ? അത് ചർച്ചയ്ക്ക് വരുമോ ഇല്ലോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഞാനല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത്. മാധ്യമങ്ങളല്ല ചർച്ച എടുക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇനിയിപ്പോ അതിനെപ്പറ്റി വീണ്ടും ചർച്ച വേണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കാമോ? അല്ല, അതിപ്പോ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാ അത് കൂട്ടി വായിച്ചു? JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, അതോടൊപ്പം ഈ ഭിന്നശേഷി കമ്മീഷൻ, അതിലൊക്കെ ഈ സഭയ്ക്ക് ഒരു അതൃപ്തിയുണ്ട്. അത് കേരള കോൺഗ്രസിന് ഒരു സമ്മർദ്ദമായി വരുന്നുണ്ടോ സംഘടനകളുടെ ഭാഗത്തുനിന്നും? ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നടപടികളിൽ അല്ല, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. അത് പരിഹരിക്കേണ്ടതാണ്. തീർച്ചയായും അത് ജനകീയ വിഷയമാണ്. അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. NSSന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലറായിട്ടുള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ 100 പേര് ഇൻഡിവിജ്വലായിട്ട് അവിടെ SLP കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ അഭിപ്രായം പറഞ്ഞു. കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം, പക്ഷേ കോടതിയെയും കൂടെ അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിയെ അറിയിച്ചു, അഫിഡവിറ്റ് കൊടുത്തു. പക്ഷേ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവും. അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം. ഇന്നലെയും ബഹുമാനായ ലോ മിനിസ്റ്റർ ശ്രീ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ നിർണായകമാണ്. അത് തീർച്ചയായിട്ടും ഭരണം അവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതെന്തിനാ? ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ UDF-ലേക്ക് പോകും? കൂടുതൽ സീറ്റുകളൊക്കെ ചോദിക്കുമോ? കൂടുതൽ സീറ്റ് അതെ. അപ്പോൾ കൂടുതൽ സീറ്റുകൾ എങ്ങനെയാണ്, എന്ത് വേണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ നാളത്തെ ചർച്ച ചെയ്യൂലോ. അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും.
ഈ രണ്ട് ജെ.ബി. ഘോഷി കമ്മീഷനിലും ഭിന്നശേഷി നിയമനത്തിലും ഒക്കെ തൃപ്തരാണോ? സർക്കാർ ഇടപെടലിൽ തൃപ്തരാണോ ജെ.ബി. ഘോഷി കമ്മീഷൻ റിപ്പോർട്ടിലും? അല്ല, ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു സംവിധാനമൊന്നും വന്നില്ലല്ലോ. ഇപ്പം ഇടതുപക്ഷമായിട്ടുള്ള പല കാര്യങ്ങളും EWS 10% സംവരണത്തിൻ്റെ കാര്യത്തിൽ വന്യമൃഗത്തിൻ്റെ പിന്നെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിൻ്റെതാണ്. പക്ഷേ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു, പട്ടയവുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മുനമ്പവുമായുള്ള വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ്. അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു.